വടക്കാഞ്ചേരി അഗ്രികൾച്ചറൽ ആൻഡ് നോൺ അഗ്രികൾച്ചറൽ കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് വടക്കാഞ്ചേരി കാർഷികേതര സഹകരണ സംഘത്തിൽ നിന്നും സഹകരണ സംഘം രജിസ്റ്റർ അവറുകളുടെ 18/24 സർക്കുലർ നിർദ്ദേശപ്രകാരം വായ്പാ കുടിശ്ശിക ആയവരിൽ ആർബിക്ഷൻ എക്സിക്യൂഷൻ കേസുകൾ ആയ വായ്പകൾക്ക് സർക്കുലറിന് വിധേയമായി പലിശ ഇളവുകൾ നൽകി വായ്പ പലിശയടച്ച് പുതുക്കുന്നതിനും ഒറ്റത്തവണ അടച്ചു തീർക്കുന്നതിനും അവസരം ആയതിന്റെ ഭാഗമായി സംഘത്തിൽ 9/7/2024 ചൊവ്വാഴ്ച കാലത്ത് 11 മണിക്ക് സംഘത്തിൽ വെച്ച് അദാലത്ത് നടത്തുന്നു. എല്ലാ മാന്യ ഇടപാടുകാരും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. നമസ്കാരം, എനിടൈം ന്യൂസിലേക്ക് സ്വാഗതം. പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് രാഷ്ട്രപതി ദ്രൗപദി മുർമു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പീക്കർ ഓം ബിർളയും ചേർന്നാണ് രാഷ്ട്രപതിയെ സ്വീകരിച്ചത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വനിതാ പങ്കാളിത്തം എടുത്തുപറഞ്ഞ രാഷ്ട്രപതി ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പായിരുന്നെന്നും വിശേഷിപ്പിച്ചു. ജനം മൂന്നാമതും മോദി സർക്കാരിൽ വിശ്വാസം അർപ്പിച്ചെന്നും രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. NDA സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളെ എണ്ണിപ്പറഞ്ഞ രാഷ്ട്രപതി അടിയന്തരാവസ്ഥയെ ചരിത്രത്തിലെ ഇരുണ്ട ദിനമെന്നും വിശേഷിപ്പിച്ചു. മൂന്നാം NDA സർക്കാർ അധികാരമേറ്റതിനു ശേഷമുള്ള രാഷ്ട്രപതിയുടെ ആദ്യ അഭിസംബോധനയാണിത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ലോക്സഭാ അംഗങ്ങളെയും സ്പീക്കർ ഓം ബിർളയെയും അഭിനന്ദിച്ചുകൊണ്ടാണ് രാഷ്ട്രപതി പ്രസംഗം ആരംഭിച്ചത്. ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഇന്ത്യയെ മാറ്റാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ബജറ്റ് സർക്കാരിന്റെ ഭാവി കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നതാവും. വലിയ സാമ്പത്തിക സാമൂഹിക തീരുമാനങ്ങൾക്കൊപ്പം വലിയ ചരിത്രപരമായ ചുവടുകളും ബജറ്റിൽ കാണാൻ സാധിക്കുമെന്നും മുർമു വ്യക്തമാക്കി. കർഷകർക്കായി സർക്കാർ 3.20 ലക്ഷം കോടി രൂപയാണ് PM കിസാൻ സമ്മാൻ നിധി പ്രകാരം ചിലവഴിച്ചത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി സർക്കാർ പരിശ്രമിക്കുകയാണ്. നീറ്റ് പരീക്ഷാ ക്രമക്കേട് സംബന്ധിച്ചും സർക്കാർ അന്വേഷണം നടത്തുന്നുണ്ട്. കുറ്റക്കാരാരായാലും മതിയായ ശിക്ഷ നൽകുമെന്നും രാഷ്ട്രപതി പറഞ്ഞു. ജൂലൈ 1 മുതൽ ഭാരതീയ ന്യായ സംഹിത ഇന്ത്യയിൽ നിലവിൽ വരും. ഇത് നിയമ നടപടികളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കും. CAA നിയമപ്രകാരം സർക്കാർ അഭയാർത്ഥികൾക്ക് പൗരത്വം നൽകി തുടങ്ങുകയാണെന്നും രാഷ്ട്രപതി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് എനിടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനിടൈം ന്യൂസ്.